ഹായ് ഡിയർ ഫ്രണ്ട്സ്, ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നല്ലൊരു സൈഡ് ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ഇവിടെ ഞാനൊരു കത്തിരിക്ക വഴുതനങ്ങ ഇതിന് ഉണ്ട വഴുതനങ്ങയാണ് സാധാരണ എടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഞാൻ ഒരെണ്ണത്തിൻ്റെ അളവാണ് പറയുന്നത്. ഒരു ടൊമാറ്റോ വെച്ചിട്ടുണ്ട്, ഒരു സവാളയുണ്ട്. ഇത് ഓരോ സ്പൂൺ വീതം ഇഞ്ചി അരച്ചതും പിന്നെ വെളുത്തുള്ളി അരച്ചത് രണ്ടും ഓരോ സ്പൂൺ വീതമുണ്ട്. നമുക്കിനി ബാക്കി കാണാം. ഇത് വെച്ചിരുന്ന ആ വഴുതനങ്ങ ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. നമുക്ക് മീനൊക്കെ നമ്മൾ വരയില്ലേ, അതുപോലെ മതി. ഇനി ബാക്കി ഗ്യാസിൻ്റെ ഫ്ലെയിം ഓണാക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ ഈ വരഞ്ഞ കത്തിരിക്ക ഇതിലോട്ട് വെക്കുകയാണ്. നമ്മൾ ഓവൻ ഉണ്ടെങ്കിൽ ഓവനിൽ വെച്ചാൽ മതി. എൻ്റെ ഓവനില്ല, ഉള്ളത് ഒന്നും കേടായിട്ട് ഇരിപ്പുണ്ട്, നന്നാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ച് നമുക്ക് ചെയ്യാം. എല്ലാവർക്കും ഓവൻ ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ലല്ലോ. നമുക്ക് തിരിച്ചിങ്ങനെ വെച്ച് കൊടുക്കാം, അടപ്പത്ത് വെച്ചിട്ട് കേട്ടോ. ഇങ്ങനെ വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഞാനിത് മുഴുവൻ വേവിച്ചിട്ട് കാണിച്ചു തരാം. ഇത് മറിച്ചും തിരിച്ചും വെക്കണം, ഇങ്ങനെ തിരിച്ചു കൊടുക്കണം, ഓരോ സൈഡ് തിരിച്ചു കൊടുക്കണം, അത്രയേ ഉള്ളൂ. അതറിയാമല്ലോ എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ. നമ്മളിത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്, ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വന്നിട്ട് വെന്തിട്ടുണ്ട്. അതായത് വിള്ളൽ വേണം കേട്ടോ. നമ്മൾ ചെറിയ ലൈൻ ഇട്ട് വെച്ചിരുന്നു, വരയിട്ട് വെച്ചിരുന്നു. വെന്തതിൻ്റെ ലക്ഷണമാണത്. നമുക്ക് അടുത്ത പണിയിലോട്ട് പോവാം. അടുപ്പ് കത്തിച്ചിട്ടുണ്ട്, ചീലിച്ചിട്ട് അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചെടുക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടട്ടെ. കടുക് പൊട്ടി ഞാൻ അതിലോട്ട് ആ കാണിച്ച സവാള അരിഞ്ഞ് വെച്ചിരുന്നു, നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. സവാള ചെറുതായിട്ട് കനം കുറച്ച് നീളത്തിലരിഞ്ഞ് അത് ഇതിലേക്ക് ഇട്ടു. നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം. ഞാനിത് നടുക്കൊരു ചെറിയൊരു കുളം കുത്തിയിട്ടുണ്ട് കേട്ടോ. എന്തിനറിയാമോ? ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇടാനാണ്. ഇതിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചിയും 1/2 ടീസ്പൂൺ വെളുത്തുള്ളിയുണ്ട്. ഞാനിത് രണ്ടും കൂടി ഇട്ട് കൊടുക്കുകയാണ്. വാടി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് എടുത്ത് വെച്ച ടൊമാറ്റോ ഞാനത് ചെറുതായിട്ട് മുറുക്കി വെച്ചിട്ടുണ്ട്, അത് കൊടുക്കുകയാണ്. അതും കൂടെ ഇതിനകത്ത് കൊടുക്കും. നമ്മുടെ കത്തിരിക്ക അവിടെ തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ എപ്പോഴാണ് എടുക്കണമെന്ന് വെച്ചിട്ട് ഒത്തിരി തണുക്കട്ടെ. ഇതെടുക്കാം. കത്തിരിക്ക ഞാൻ ഞാനിവിടെ ഉപ്പ് നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം കല്ലുപ്പൊണ്ണ സാധാരണ മേടിക്കാറ്, പെട്ടെന്ന് കല്ലുപ്പ് തീർന്നു. അപ്പോൾ അവിടെ കിട്ടിയില്ല. പൊടിയുപ്പാണ് വെച്ചു. പൊടിയുപ്പ് ഇങ്ങനെ നല്ല അത്ര പോരാ, അത് ഞാൻ കലക്കി വെച്ചു. പിന്നെ ഒഴിക്കുകയാണ്. കല്ലുപ്പോ അല്ലെങ്കിൽ വേണ്ടി പൊടിയുപ്പ് ഇടുന്നവർക്കറിയാലോ, നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പിടുക. ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ഇട്ട് നോക്കണം. ഉപ്പ് നീരാണ് ഒഴിച്ചിരുന്നത്. ഇനി നമുക്ക് ഓരോ പൊടികളായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അതുപോലെ അതിനടുത്തത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂണാണ് മല്ലിപ്പൊടി. ഒന്ന് ഇളക്കി കൊടുക്കാം. മല്ലി ഇടുമ്പോൾ സൂക്ഷിക്കണം, മല്ലി ചിലപ്പോൾ കഴിക്കും. മല്ലി അതിനാണ് നമ്മൾ ഈ സാമ്പാർ എന്തിനോ തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറയുന്ന സംഭവം മനസ്സിലായില്ലേ. ഈ മല്ലി ഇങ്ങനെ തിളച്ച് കളിച്ചാൽ കയ്പ്പ് പോകണം, അതാണ് കാര്യം എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വാടണം. ഇനി വേണമെങ്കിൽ ഇപ്പം നോക്കി എണ്ണ നോക്കണം. എണ്ണ പോരെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ തെളിഞ്ഞ് വരും കാത്തിട്ട് എവിടെ എണ്ണ തെളിയുന്നില്ല, അത് ഞാൻ തെളിച്ചു കൊടുക്കാം എണ്ണേനെ. ഇച്ചിരി എണ്ണ ഒഴിക്കാം നമുക്ക്. ആ എണ്ണ തെളിഞ്ഞ്
നമ്മൾ എണ്ണ തെളിച്ച് കണ്ടോ. ഇത് വാടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ സംഭവം ഇവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ കത്തിരിക്ക ആശാൻ ഇവിടെ ഇരിക്കുകയാണ്. വഴുതനങ്ങ, ചുട്ട വഴുതനങ്ങ തണുത്തു. നമുക്കിനി ഇതിൻ്റെ ഈ തൊണ്ടൊക്കെ പൊളിച്ച് കളയാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ ബാക്കി വേണം. ഇങ്ങനെ എടുത്ത് കളയാം. കണ്ടോ, തൊണ്ട് പോലും. ഞാൻ ഈ കുരു കളയും കേട്ടോ. നിങ്ങൾ കളയണം നിർബന്ധമില്ല. ഈ സ്റ്റോണിൻ്റെ അസുഖമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ കുരു ഇടാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പൊതുവെ അങ്ങനെ കളയാറുണ്ട്. ഒരു നിർബന്ധമില്ല. നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് ഞാനത് അടച്ചു വയ്ക്കാൻ വേണ്ടി നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഒന്ന് നോക്കാം. നോക്കട്ടെ, ആയിട്ടുണ്ട്. ഞാനിങ്ങനെ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഉണ്ടാക്കി കളയാൻ പാടില്ല. ആവശ്യത്തിന് ഉണ്ടാക്കും, അത്രയേ ഉള്ളൂ. ഇവിടെ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. നമുക്കിനി ഇതിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് മല്ലിയില ഇടാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇവിടെ റെഡി ആയിട്ടുണ്ടല്ല. ഞാൻ ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ പേര് വേഗം പെടുത്താം. നമുക്കൊന്നും വേണ്ട. നമുക്ക് നല്ല അസൽ മലയാളം പേരിടാം. അതായത് വഴുതനങ്ങ, പിന്നെന്താണ്, തക്കാളി, കുഴച്ച റോസ്റ്റ് എന്നിടാം അല്ലേ? അങ്ങനെ മതിയോ? അങ്ങനെ മതിയൊന്നും ആലോചിക്കാം. അപ്പം എന്തെങ്കിലും പേരിടാം നമുക്ക് തൽക്കാലം. അപ്പോൾ നമുക്ക് നമ്മുടെ നാടൻ സാധനങ്ങളാണ് വെച്ചാൽ ഇതിനകത്ത് തക്കാളിയുണ്ട്, വഴുതനങ്ങയുണ്ട്. വഴുതനങ്ങ, കത്തിരിക്ക എന്നൊക്കെ പേര് പറയും ഉണ്ടാം. പിന്നെ നമ്മൾ വേറെ പ്രത്യേകിച്ചില്ലെങ്കിൽ നമ്മൾ മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാം നമ്മുടെ സാധാരണ മസാലപ്പൊടികളാണ് ഇട്ടിട്ട് നമുക്കത് പ്ലേറ്റിലോട്ട് മാറ്റാം. ചിക്കനാണെന്ന് തോന്നുന്നില്ല. ഇത് കണ്ടിട്ട് എന്ത് തോന്നണം? നല്ല ചിക്കനാണെന്ന് തോന്നുന്നുണ്ടോ? നമുക്ക് മുഴുവനും പ്ലേറ്റിലോട്ട് മാറ്റാം. ഇവിടെ ഇപ്പം നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയുടെ ഭയങ്കര ബഹളമാണ്. പാട്ടും ബഹളവും ഒക്കെ ചുറ്റുവട്ടത്തും. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഡിസ്റ്റർബൻസ് കാണും. വേണ്ട, പാട്ടിട്ടാ ലാലല്ല ലാലല്ല നല്ല പാട്ടൊക്കെയാ. നമുക്ക് ഡാൻസ് ചെയ്യാൻ തോന്നുന്നു ആ പാട്ടൊക്കെ. വേണ്ട, ഭയങ്കര ബഹളമാണ്. ആകെ ഉത്സവ പ്രതീതിയാണ്. അതിനിടയിൽ കൂടെയാണ് ഞാൻ ഈ സംഭവം ഉണ്ടാക്കിയത്. ഓക്കെ.